ഇതൊരു 4 ഇഞ്ചിൻ്റെ PVC ബെൻഡ് പൈപ്പാണ്. കുറച്ചായിട്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാൻ പലതവണയായി ജൂഡ്സിനോട് ചോദിക്കണം ഞാനിത് എടുത്തോട്ടെ എന്ന്. ഇതുവരെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എന്തോ അങ്ങനെ ഞാൻ ഓരോന്ന് ചെയ്യുന്നത് കണ്ടിട്ടാണോ എന്തോ എന്നോട് പറഞ്ഞ് എടുത്തോ എന്ന് പറഞ്ഞു. അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ പിന്നത്തേക്ക് വെക്കരുത്. പെട്ടെന്ന് തന്നെ അതെടുത്ത് ഉപയോഗിച്ചോളണം. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റർ ആക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാൻ അതിൻ്റെ PVCയുടെ കളർ ഒന്ന് മാറ്റാമെന്ന് കരുതിയിട്ട് റെഡ് കളറിലെ പെയിൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫെവിക്കോളും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട്, അതായത് ബെൻഡ് വരുന്ന ആ ഭാഗത്ത് അടിഭാഗത്തായിട്ട് ഞാനൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളം തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കും തോന്നൂലേ അതുപോലെ ചെയ്താൽ നന്നായിരുന്നു, ഞാനും അതുപോലെ ഒന്ന് ചെയ്യുമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്നത്. 4 ഇഞ്ചിൻ്റെ ഈ ബെൻഡിന് 100 രൂപയാണ് ആവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. മറ്റ് ചെടിച്ചട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ കോസ്റ്റ്ലി ആയിട്ട് തോന്നും. പക്ഷേ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചൊന്നും മുടക്കാതെ പറ്റൂലല്ലോ. പിന്നെ പഴയ സാധനങ്ങളുള്ളവരാണെങ്കിൽ നോ കോസ്റ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്യാം. പെയിൻറ്റ് അക്രിലിക് പെയിൻറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഫെവിക്കോൾ ചേർത്തത് കേട്ടോ. മറ്റേ ടൈലിനൊക്കെ അടിക്കുന്ന പെയിൻറ്റോ അല്ലെങ്കിൽ ചെടിച്ചട്ടിക്ക് അടിക്കുന്ന പെയിൻറ്റൊക്കെ ആണെങ്കിൽ, ടെറാക്കോട്ട പെയിൻറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വാട്ടർ വെച്ച് തന്നെ അത് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഒരു കോട്ട് പെയിൻറ്റേ ഞാൻ അടിക്കുന്നുള്ളൂ കേട്ടോ. കാരണം പിന്നീട് വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളർ മാറ്റുന്ന സ്വഭാവമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒറ്റ കോട്ടിൽ നിർത്തിയത്. അത് ഞാനിത് ഉണങ്ങാൻ വെച്ചു. അപ്പോഴേക്കും സന്ധ്യയായി. ഞാനിത് വൈകുന്നേരമാണ് കേട്ടോ ചെയ്തത് ഇന്നലെ. ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെടി നടുന്നില്ല. ഈ ബോട്ടിൽ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ചെടി നടുന്നത്. അല്ലെങ്കിൽ ചിരട്ടയിലാണെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ കറക്റ്റായിട്ട് ആ വാവട്ടത്തിൽ ഉള്ളിൽ ഇരിക്കാൻ പറ്റുന്ന ചിരട്ട എടുത്താലും മതി. പിന്നെ ഇത് ഹാങ് ചെയ്യാനായിട്ട് ഒരു ചരട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം ഞാൻ ഒറ്റ ലെയറായിട്ട് ഇട്ടെങ്കിലും അത് ഇത്തിരി ഇലാസ്റ്റിക് പോലത്തെ ചരടായതുകൊണ്ട് 2 ലെയർ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കെട്ടുന്നത്. ചരടും കൂടി കെട്ടി ഇത് സെറ്റ് ചെയ്ത് നമ്മൾ തൂക്കണ എവിടെയാണോ അവിടെ ഒന്ന് തൂക്കിയിട്ട് നോക്കിയതിന് ശേഷമാണ് പിന്നെ ചെടി സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ 2 ബോട്ടിലായിട്ട് പോട്ടി മിക്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് മണ്ണും ചകിരിച്ചോറും കൂടി ചേർത്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ വെക്കുന്നത് കലീസിയ റിപ്പൻസിലാണ്, പിങ്ക് ലേഡി എന്ന് പറയുന്ന ചെടി. ഒരു സൈഡിൽ ടാങ്കിൾഡ് ഹാർട്ടാണ് വയ്ക്കുന്നത്, ഒരു സൈഡിൽ കലീസിയ റിപ്പൻസിലും. അപ്പം ഞാൻ ഇന്നലെ സന്ധ്യയ്ക്ക് ഞാൻ ഇവിടെയാണ് ഇട്ട് നോക്കിയത് കേട്ടോ. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഭംഗി തോന്നിയില്ല. അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും അവിടെ നിന്ന് മാറ്റി ഇട്ട് നോക്കി. ആ ബൾബിൻ്റെ അടിയിൽ നിന്ന് മാറ്റി ഇട്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ പ്ലാന്ററിൽ വെക്കുമ്പോഴേക്കും ഒത്തിരി വലിയ ലീഫില്ലാതെ ഇതുപോലെ ചെറിയ ലീഫിൻ്റെ ചെടികളായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക.